ശിക്കാരി ശങ്കു. ഒരു ദിവസം ഞാനും തലവനും ശിക്കാരി പുഴമീനെ കൂട്ടി ഊണ് കഴിക്കണം. ഊണ് കഴിക്കുമ്പോൾ പുഴമീനെയും ഒപ്പം ഇരുത്തണം എന്നാണോ ഉദ്ദേശിച്ചത്? അതും ശിക്കാരി പിടിച്ച പുഴമീൻ വേണം. തേഞ്ഞ് ഞങ്ങൾ പുഴക്കരയിലേക്ക് നടന്നു. ഈ വലിയ പാത്രം മീനിനെ ഇടാനാ. പുഴമീൻ പോയിട്ട് ഒരു വാൽമാക്രി പോലുമില്ല. പുഴവക്കത്തൊരു വല വീശിയേക്കാം. ശിക്കാരി വീശിയാൽ പുഴയിലെ മൊത്തം മീനും ഇങ്ങ് പോരും. വീശിയ വല തിരികെ വലിച്ചപ്പോൾ വലയ്ക്കൊരു പിടുത്തം. വലിച്ചിട്ട് വലിയുന്നില്ല. പുഴയിലെ മീൻ മൊത്തം കുടുങ്ങിയിട്ടാ ഇത്ര ഭാരം. 2 വലി ഞാൻ വലിച്ചു. 3-ാമത്തെ വല എന്നെ തിരികെ വലിച്ചു. അയ്യോ! പാത്രവുമായി ശിക്കാരി പുഴയിൽ ചാടി. വൈകാതെ എല്ലാം വ്യക്തമായി. എൻ്റെ അമ്മച്ചി, മുതല അന്ത്യമായി. ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. പാത്രം കൊണ്ട് തല മൂടാം. മുതല കടിച്ചത് പാത്രത്തിൽ. ക്ലിങ്! ഞാൻ ആ തക്കത്തിന് തലയൂരി. ഹൗ! ഞാൻ ഒരു വിധത്തിൽ കരയിൽ കയറി. പക്ഷേ മുതല പിന്നാലെ വന്നു. ശിക്കാരി പിന്നാലെ മുതലയും കയറി വരുന്നു. ഇതെന്തിനാ പിന്നാലെ വരുന്നത്? പുഴമീനെ പിടിക്കാൻ പോയി പുഴ മുതലയെ കൂട്ടി വന്ന ശിക്കാരിക്ക് പല്ലിൽ കുടുങ്ങിയ ഈ പാത്രം ഒന്ന് ഊരിത്താടോ.